വരാം. ഈ പാല് കുടിച്ചിട്ട് പോയാൽ മതി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജമീല, വേലക്കാരന്റെ കാര്യാണെങ്കില് ഞാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി? ഓ, BA വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിൽ കിടന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി. ജമീല, നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കും. നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം. ശരിയായത് തന്നെ. ഞാനേ അത് പറയാനല്ല വന്നത്. പിന്നെ എനിക്കൊരു പൂതി, നിങ്ങളത് സാധിച്ചു തരുമോ? ജമീല, അന്റെ എന്ത് പൂതി ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചു തരും. സ്വർണമാല, പട്ടുസാരി, അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരം ഉണ്ടാക്കി തരണോ എന്റെ മുത്തിന്? എന്റെ പൊന്നേ, അതൊന്നും വേണ്ട. എനിക്ക് പൂവമ്പഴം തിന്നാനൊരു കൊതി. പൂവമ്പഴോ? അനക്കൊന്നല്ല, ഒരു കൊല പൂവമ്പഴം വാങ്ങിത്തരും. അതൊന്നും വേണ്ട, എനിക്ക് 2 പൂവമ്പഴം മതി. മറക്കോ? മറക്കേ? ഇവിടെ തങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഊറിന്റെ പൂര് നമ്മളെന്ന് സാധിച്ചു തരുന്നുണ്ട്. അവിടെ ഇവിടെ കറങ്ങി നടന്ന് നേരം കളയാണ്ട് വെച്ചിങ്ങോട്ട് പോന്നോളി. ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യേ മറക്കണ്ടോ? നേരം പാതിരായല്ലോ. പുള്ളിക്കാരൻ്റെ അവിടെ പോയി കിടക്കാം. പകല് മുഴുവൻ ഓരോ ജോലിയാ. എന്നാൽ ഇത്തിരി നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാലോ? റബ്ബേ, എൻ്റെ ഒരു തലേവിധി. വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഉള്ളി കിടന്നുറങ്ങുന്നത്. ജമീല, ജമീല, എന്റെ പഠിച്ചോനെ, നിങ്ങളെന്താണ് ഈ കൊല്ലത്തിന്? ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ. ഈ പാതിരാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ ജമീല, ഇവിടുത്തെ അങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു. ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കുറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കുന്നു. ഇച്ചൊറ്റക്കാണല്ലോ എന്ന് ഓർത്തപ്പോ പുഴ നീന്തിങ്ങ് പോന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. കുറേ ബുദ്ധിമുട്ടി. പക്ഷേങ്കില് ഈ പൊതിയും നമ്മ പിടുത്തം വിട്ടില്ല. ഇതാ കഴിച്ചോളി. ഹായ്, പൂവമ്പഴം. ഇതെന്താ ഇത്? ഓറഞ്ച്. പൂവമ്പഴത്തേക്കാളും നല്ലതാ. എനിക്ക് വേണ്ട. പാതിര വരെ എവിടെങ്ങാണ്ട് തെണ്ടി തന്നിട്ട് മനുഷ്യരെ ആവശ്യപ്പിച്ചിട്ട്. ജമീല, ഞാൻ പറഞ്ഞ സത്യ. പൂവമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു. ഞാൻ കൊറേ തെരഞ്ഞതാ. വേണ്ട, എന്നോട് നുണ പറയണ്ട. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പൊന്നും പണമൊന്നല്ലല്ലോ. 2 പഴം കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞോളൂ.